നമസ്കാരം. പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ക്യാപ്ചർ കാർഡ് നൈസ് പ്രൊഡക്റ്റാണ്. എന്ന് വെച്ചാൽ ടെക്നീഷ്യൻസിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. നമ്മൾ സൈറ്റിൽ പോകുന്ന സമയത്ത് ഈ ഒരു മോണിറ്ററിന് അത്യാവശ്യം എത്ര സൈസ് ഉണ്ടാവും? ജനറലി നമ്മൾ ജനറലൈസ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഒരു മോണിറ്റർ ഒരു 14-15 ഇഞ്ച് അത് ഒരു ബാഗിൽ വെക്കുവാണെന്നുണ്ടെങ്കിൽ എത്ര സ്പേസ് എടുക്കും? അത് ഇപ്പോൾ ലോങ് ജേർണി ആണെന്നുണ്ടെങ്കിൽ അത് ഒബ്വിയസ്ലി നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് മാറും. വല്ല നമുക്കൊരു പോക്കറ്റിൽ കൊണ്ടുനടക്കാൻ പറ്റുന്ന വളരെ പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ്. ഈ ഡിവൈസ് ഒരു OTG, ഒരു HDMI കേബിൾ മതി. നമ്മുടെ സാധാരണ ഫോൺ ഒരു മോണിറ്ററിൻ്റെ എഫക്റ്റ് ചെയ്യും. ഞാൻ വീഡിയോയിലേക്ക് വരാം. ജനറലി ഇതാണ് ബോക്സ്, പൊട്ടിക്കാത്ത ബോക്സാണ്. ഇതിൻ്റെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് HDMI 1.4B കോമ്പാറ്റബിൾ ആണ്. പിന്നെ സപ്പോർട്ട് DHCP 1.4 ആൻഡ് ADID. ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒരു 2K റെസൊല്യൂഷൻ 1080p വരുന്ന ഒരു ഒബ്ജക്റ്റും നമ്മൾ ഒരു വലിയൊരു TV, ദാറ്റ് മീൻസ് ഒരു വൈഡായിട്ടുള്ള TVയിൽ കണക്ട് ചെയ്യുവാണെങ്കിലും ഒരു സപ്പോർട്ട്, ദാറ്റ് മീൻസ് നമുക്കൊരു ഫീൽ വരും അതൊരു 4K ആണ് എന്നുള്ളൊരു ഫീലിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു ടെക്നോളജീസ് ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മാക്സിമം റെസൊല്യൂഷൻ, ഇൻപുട്ട് കളക്ട് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം റെസൊല്യൂഷൻ 4K ആണ്. നമുക്ക് ഔട്ട്പുട്ട് വരുന്നത് 1080p ആണ്. പക്ഷേ ജനറലി ഈ 1.4B കോമ്പാറ്റബിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടി അഡാപ്റ്റീവ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. പിന്നെ ഇതിൻ്റെ 24, 30, 36 ബിറ്റ് മോഡ്സ് എല്ലാം ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Windows 7, Windows 8, Windows 10, ലിനക്സ്, ആൻഡ്രോയിഡ്, MacOS ഇതിലെല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് നമുക്കൊരു ഡാറ്റ ക്യാപ്ചർ കാർഡാണല്ലോ. അപ്പോൾ നമുക്ക് ഒരു പുറത്തുനിന്ന് വരുന്ന ഔട്ട്പുട്ടിനെ എടുത്ത് നമുക്ക് സ്ട്രീം ചെയ്യാനോ അങ്ങനെയുള്ള പർപ്പസിന് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. ഓഡിയോ സ്റ്റാൻഡേർഡ് കോമ്പാറ്റബിൾ ആണ്. പിന്നെ ഇതിൻ്റെ തേർഡ് പാർട്ടി അക്വിസിഷൻ സോഫ്റ്റ്വെയർ കോമ്പാറ്റബിൾ എന്ന് പറയുന്നത് OBC സ്റ്റുഡിയോ, വിൻഡോസ് മീഡിയ എൻകോഡർ, അഡോബ് ഫ്ലാഷ് മീഡിയ ലൈവ് എൻകോഡർ, റിയൽ പ്രൊഡ്യൂസർ പ്ലസ്, VLC, ക്വിക്ക് ടൈം ബ്രോഡ്കാസ്റ്റർ, ക്വിക്ക് ടൈം പ്ലെയർ, വയർകാസ്റ്റ്, വിമിക്സ്, പോർട്ട് പ്ലെയർ ഇതിലെല്ലാം ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒബ്വിയസ്ലി പലതും ഞാൻ കേട്ടിട്ട് പോലുമില്ല, എന്നാലും ഇതിലെല്ലാം ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മെയിൻ ദാറ്റ് മീൻസ് ഈ ഒരു പ്രോഡക്റ്റ് നമ്മുടെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ CCTV അതിൻ്റെ മോണിറ്ററാക്കി എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഒരു പ്രൊപ്പഗാണ്ട. പക്ഷേ ഇവിടെ ഇതിൻ്റെ മെയിനായിട്ടുള്ള ഔട്ട്പുട്ട് വരിക എന്ന് പറയുന്നത് ഗെയിമിംഗ് സെക്ഷൻസ്, ലൈവ് ബ്രോഡ്കാസ്റ്റിംഗ്, ടീച്ചിങ്, വീഡിയോ കോൺഫറൻസ് ഇതൊക്കെയാണ് മെയിൻ ആപ്ലിക്കേഷനായിട്ട് ഈ പ്രോഡക്റ്റ് വരുന്നത്. ജസ്റ്റ് ഒരു സിമ്പിൾ ബോക്സാണ്. ഇത് അൺബോക്സ് ചെയ്യുമ്പോൾ വേറൊന്നുമില്ല, ഇത് മാത്രമേ ഉള്ളൂ. നമ്മുടെ പർപ്പസിന് നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് ഈ ഒരു ഡിവൈസ്, ഒരു HDMI കേബിൾ, ഒരു OTGക്ക് ബേസ് റേറ്റ് എന്ന് പറയുന്നത് ഒരു 50 രൂപ റേഞ്ചിലൊക്കെ OTG അവൈലബിൾ ആണ് മാർക്കറ്റിൽ. അതല്ല കുറച്ചും കൂടി ക്വാളിറ്റി ഉള്ളതാണെന്നുണ്ടെങ്കിൽ ഒരു 150, 200, 500 ആ റേഞ്ചിൽ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള OTG നമുക്ക് കിട്ടുന്നതായിരിക്കും. OTGയുടെ ഒപ്പം തന്നെ നമുക്കൊരു USB മെയിൽ ടു ഫീമെയിൽ കണക്ടർ ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ഫ്ലെക്സിബിളായിട്ട് ഇത് യൂസ് ചെയ്യാം. കാരണം OTGയും ഈ ഡിവൈസും കൂടി കണക്ട് ചെയ്യുമ്പോൾ ലോഡ് ഇതിൽ വരാൻ ചാൻസ് ഉണ്ട്. അത് ഞാൻ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ആണ് കേട്ടോ പറയുന്നത്. OTG ഇതിൽ കണക്ട് ചെയ്യുന്നു, ഫോണിൽ കണക്ട് ചെയ്യുന്നു. അപ്പോൾ ലോഡ് ഇവിടെ വരുമ്പോഴത്തേക്കും ഇത് തൂങ്ങി പോകാനും ഇടയ്ക്കിടയ്ക്ക് ഈ കണക്ഷൻ ഡിസ്കണക്റ്റ് ആവാനും മീൻവൈൽ ആ പോർട്ടിന് ചിലപ്പോൾ ഡാമേജ് സംഭവിക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ മാക്സിമം ലോഡ് അതിലേക്ക് ഒഴിവാക്കാനായിട്ട് ഇതിലൊരു ഫീമെയിൽ കണക്ടർ കണക്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ലൈൻ എക്സ്റ്റെൻഡ് ആവുന്നേ ഉള്ളൂ. അതിൽ വീഡിയോ ക്വാളിറ്റി കുറയുമോ എന്ന് എനിക്കറിയില്ല, പക്ഷേ നമ്മുടെ പർപ്പസിന് ഓക്കെയാണ്. ഞാൻ ടെസ്റ്റ് ചെയ്തു, നമുക്കത് പെർഫെക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ വീഡിയോ തന്നെ ഞാൻ ഇതിൻ്റെ ഒരു ലൈവ് ആയിട്ട് എങ്ങനെയാണ് മൊബൈലിൽ കണക്ട് ചെയ്യുന്നത്, നമുക്ക് എങ്ങനെ അത് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു വീഡിയോയും കൂടി ഞാനതിൽ ഇൻക്ലൂഡ് ചെയ്തേക്കാം. ജസ്റ്റ് അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക.
പിന്നെ എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളതെന്ന് പറയുന്നത്, നമുക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു, ഞാൻ അത്രയ്ക്ക് ടെക്നിക്കലി സൗണ്ട് അല്ല, എന്നാൽ ചെറിയ കുറച്ച് കാര്യങ്ങൾ എനിക്കറിയാൻ പറ്റും. പക്ഷേ നമുക്ക് എന്തെങ്കിലും ക്യൂറീസ് വരുവാണെങ്കിൽ, ദാറ്റ് മീൻസ് ഇത് എന്തിനാണ് എന്നൊരു ചോദ്യം വരുവാണെങ്കിൽ നമുക്കതിനെപ്പറ്റി പഠിക്കാനുള്ളൊരു സാഹചര്യം വരും. ദാറ്റ് മീൻസ് അത് നിങ്ങൾക്ക് പറഞ്ഞു തരാനോ അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ യൂസ്, എന്താണ് അത് വെച്ചാൽ എന്ത് ഗുണം കിട്ടും എന്നുള്ള കാര്യങ്ങളെപ്പറ്റി എനിക്ക് സംസാരിക്കാൻ, എനിക്കൊരു സൗണ്ട് ക്യാരക്ടറായിട്ട് സംസാരിക്കാനായിട്ട് എനിക്ക് സാധിക്കും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് സെക്ഷനിലോ അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ വാട്സപ്പിലോ അതല്ലെങ്കിൽ എൻ്റെ ഇമെയിലിലോ ജസ്റ്റ് അയക്കുവാണെങ്കിൽ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു തരാൻ ശ്രമിക്കാം. ഇന്ന് എല്ലാം പറ്റുമെന്നല്ല കേട്ടോ പറയുന്നത്, ചില കാര്യങ്ങൾ ചിലപ്പോൾ പ്രൊഡക്റ്റ് അവൈലബിലിറ്റി ഉണ്ടാകാം. ജസ്റ്റ് ഒരു കാര്യം ബ്രീഫ് ചെയ്യാനായിട്ട് ചിലപ്പോൾ മേ ബി എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടാകാം. പ്രൊഡക്റ്റ് അവൈലബിൾ ആണെങ്കിൽ അതിനെപ്പറ്റി പറയാനായിട്ട് എനിക്ക് കുഴപ്പമില്ല. ജസ്റ്റ് അതിനെപ്പറ്റി ടൈം എടുത്ത് പഠിച്ചിട്ട് പറയാനായിട്ടായാലും ബുദ്ധിമുട്ടില്ല. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ആഗ്രഹിക്കുന്നുണ്ട്. താങ്ക് യു വെരി മച്ച്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം.